ഞങ്ങളുടെ ഒരു കുഞ്ഞ് വൈകുന്നേരമാണേ കാണിക്കാൻ പോകുന്നത്. ഞാനും പ്രയാണം കൂടെ പൃഥ്വിയെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പൃഥ്വി വന്ന് യവനെ കണ്ടത് യവനെ പിന്നെ കെട്ടിപ്പിടുത്തമായി, ഉമ്മയായി, കടിയായി, ഇതിനെല്ലാം അവൻ വച്ചു കൊടുക്കും. അതാണ് വേറൊരു രസമേ. പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോകുന്നത് അവൻ്റെ അമ്മാമ്മയുടെ വീട്ടിലാണേ. അമ്മാമ്മയുടെ വീട്ടിലാണ് എന്ന് ചായ, അതൊരു പതിവാണ്. പക്ഷേ ഇന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മ വേറൊരു പണിയിലാണ്. പിന്നെ ഞാൻ തന്നെ ചായ ഇട്ട് കുടിക്കേണ്ടി വന്നു. ഇതാണ് അവിടുത്തെ പൂവൻ കോഴി. ഈ പൂവൻ കോഴിക്ക് ഇത്രയും പിടക്കോഴികളുണ്ട്. അതിൻ്റെ ജാട അവനുണ്ട്. അതിനടുത്ത് ക്രിസ്മസിൽ ചട്ടിയിലാക്കും. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ചേട്ടൻ വന്നു. ചേട്ടൻ അവിടെ നിന്ന് വലിയ വലിയ കണക്കുകൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ ഞാൻ എല്ലാം മനസ്സിലായതുപോലെ ഇരുന്നു. പിന്നെ ഞാൻ വിളക്കൊളുത്താൻ വേണ്ടി പോയേ. ഇന്ന് വിളക്കൊളുത്തുകൊണ്ടിരുന്ന പതിവില്ലാതെ പ്രത്യേകം വന്ന് പ്രാർത്ഥിച്ച് എന്താണാവോ ഇവൻ പിന്നെ എഴയാൻ തുടങ്ങി. അവനെ പിന്നെ ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ അടുക്കള പണിയിലോട്ട് പോയേ. ഇന്ന് കൊഴിയാള മീനാണ് കിട്ടിയത്. പിന്നെ ഞാൻ അതിനെ പുരട്ടി വെച്ച് ഞാൻ പൊരിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ച്. പിന്നെ കീരയും ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ കൊഴിയാള മീൻ പൊരിക്കാൻ ഇട്ടിട്ട് ഇതിനിടയ്ക്ക് ഞാൻ വന്ന് വൃത്തിക്ക് ഓരോന്ന് പഠിക്കാനുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് വന്ന് കീരയെ അരിഞ്ഞ് വെച്ച് എൻ്റെ ബാക്കിയുള്ള ജോലിയും തീർത്ത് പിന്നെ ഞാൻ അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ മാമാച്ചി വന്നത്. മാമാച്ചി വന്നതും ചാടി ഇറങ്ങി അവിടെ വെടി വെപ്പായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കൊതിയും നുണയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ കഴിക്കാൻ പോയേ. ഞങ്ങൾ രാത്രി എന്നും ചോറാണ് കഴിക്കുന്നത്. വല്ലപ്പോഴും മാത്രമേ കാപ്പി ഉണ്ടാക്കുവേ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ എന്തോ ആഭ്യന്തര കാര്യം പറയുന്നതെന്നൊന്നും ആരും വിചാരിക്കേണ്ട. നാളെ എന്ത് കാപ്പിക്ക്, എന്താണ് സ്നാക്സിന്, എന്താണ് ചോറിന് കൂട്ടാൻ എന്നാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവയെല്ലാം എനിക്ക് എന്താണ് നാളെ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. പക്ഷെ ഞാൻ ഒന്നും വയ്ക്കില്ല, വേറെ എന്തെങ്കിലുമാണ് വയ്ക്കുന്നത്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ അടിയായി പിടിയായി കരച്ചില്ലായി. ഇവിടെ എന്ന് നടക്കുന്ന സംഭവം ഇതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ടേ. ഞാൻ ഒരു പാട്ട് പാടി തന്നാൽ നിനക്കെല്ലാം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. കണ്ടപ്പോ അടിവായത്തിലും രാത്രി നിന്റെ ചിരിയൊന്ന് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി കൈമിഴിയുള്ള കള്ളവാണിക്ക കൂന്തല് കണ്ടപ്പോ കണ്ണൊന്ന് വടക്കി ചിരിക്കലിപ്പണ കല്യാണി നിന്റെ മാർത്ത പുള്ളി എന്നെ നീ കുടിക്കില്ല കണ്ണില്ല നിറകിട്ട് കയ്യില്ല വള കൊണ്ട് കാലില്ല കൊലസിട്ട് എന്നെ നീ കുട്ടിക്ക് അറിയില്ല എന്നാണ് ആരക്കിട്ട് കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അടുപ്പത്തി ഒഴുകും നോക്കല് നീ ഉയർത്തി നോട്ടത്തി മുനക്കൊണ്ട് ചങ്കൊന്ന് പടയ്ക്കണം നോക്കല് നീ ഉയർത്തി ഇടിമിന്നലാടി നിനക്കെന്റെ പേടി കഥകളി ചോടി അടുത്ത് നീ വാടി കവിതകൾ പാടി അരക്കിട്ട് തേടിന്റെ മുടിയിലെ സുഗന്ധത്തിൽ രാമച്ച് നേടി അരമുകളിന്റെ ചുചിച്ചിരെ ഒഴുകുന്നു പരമാനന്ദ തേടുന്നു മോഹം കവിതകളാകുന്നു മുള്ളുന്നു അറിയാൻ പിടിക്കുന്നു കണ്ണാടി മിന്നുന്ന വെള്ളാരം കണ്ണു ചെലുത്തമയുള്ള പെണ്ണെ അലങ്കാരി മുട്ടോളം മുടിയുള്ള കണ്ണാണ് അഴകുള്ള നീലമിഴിയുള്ള പെണ്ണെ കരിമിഴിയുള്ള കളവാണിക്കാർ ഉന്തല് കണ്ടപ്പോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയെ. ഇതെന്നുള്ളതല്ല വല്ലപ്പോഴിരിക്കുക. പിന്നെ യവന്മാരെ പിടിച്ച് ഉറക്കണം. ഇനി അതാണ് അടുത്ത ടാസ്ക്. ഞാൻ അപ്പോഴത്തേക്ക് യവന്മാരെ പിടിച്ച് ഉറക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റ് ചെയ്യുക. ബൈ.